വനിതകൾക്കായി 90+ മിനി ഡീലർ ഹബ്ബുകൾ നൽകുന്നു. സ്വന്തം നാട്ടിൽ സ്വന്തം ബിസിനസ് തുടങ്ങാം. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. നമസ്കാരം. കണ്ടന്റ് ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കിഫ്ബിക്കെതിരായ ED അന്വേഷണത്തിൽ കേന്ദ്ര സർക്കാരിനെ വെല്ലുവിളിച്ച് ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് ജനങ്ങളെ അണിനിരത്തി നേരിടും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രതിപക്ഷത്തെ സഹായിക്കാൻ കേന്ദ്ര ധനമന്ത്രി EDയെ കളത്തിലിറക്കിയെന്നും ഡോക്ടർ TM തോമസ് ഐസക്. ഉദ്യോഗസ്ഥരെ സംസ്ഥാന സർക്കാർ സംരക്ഷിക്കും. കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിക്കുകയാണെന്ന് A. വിജയരാഘവൻ. UDFിൽ സീറ്റ് വിഭജന ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. കോൺഗ്രസ് കേരള കോൺഗ്രസ് ചർച്ചയിൽ ധാരണ. കാഞ്ഞിരപ്പള്ളിയോ പൂഞ്ഞാറോ വിട്ടു നൽകും. പകരം സീറ്റ് ആവശ്യപ്പെടില്ല. വടകര സീറ്റ് ആറമ്പിക്ക് നൽകാൻ കോൺഗ്രസിൽ ധാരണ. ഇന്ന് UDF യോഗം. 5 തവണ മത്സരിച്ചവർക്ക് ഇനി അവസരം നൽകേണ്ടെന്ന തെരഞ്ഞെടുപ്പ് സമിതി നിർദ്ദേശം എല്ലാവർക്കും ബാധകമെന്ന് PC ചാക്കോ. പാലക്കാട്ട് നേതൃത്വവുമായി കലഹിച്ച AV ഗോപിനാഥിനെ അനുനയിപ്പിക്കാനുള്ള കോൺഗ്രസ് നീക്കം പാളി. നേതൃത്വവുമായി ഒത്തുപോകാൻ കഴിയില്ലെന്ന് KC വേണുഗോപാലിനെയും K. സുധാകരനെയും അറിയിച്ചു. ഗോപിനാഥ് കോൺഗ്രസ് വിട്ട് പുറത്തു വന്നാൽ അനാഥമാകില്ലെന്ന് ആവർത്തിച്ച് മന്ത്രി AK. ബാലൻ. CPIM സ്ഥാനാർത്ഥികളെ ഈ മാസം 10-ന് പ്രഖ്യാപിക്കും. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം നൽകാൻ CPIM ജില്ലാ സെക്രട്ടേറിയറ്റുകൾ തുടരും. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച വാർത്തകളോട് പ്രതികരിക്കാതെ മന്ത്രി EP ജയരാജൻ. തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിൽ ഒഴികെ സിറ്റിംഗ് MLA മാർ മത്സരിക്കും. CPIക്ക് പുറമെ ചങ്ങനാശ്ശേരി ആവശ്യപ്പെട്ട് ജനാധിപത്യ കേരള കോൺഗ്രസും ജോസ് കെ മാണിയും രംഗത്ത്. ഭാര്യയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ചില കേന്ദ്രങ്ങൾ കള്ളവാർത്ത പ്രചരിപ്പിക്കുകയാണെന്ന് മന്ത്രി AK. ബാലൻ 24നോട്. പ്രൊഫഷണലുകളെ മത്സരിപ്പിക്കാനുള്ള തീരുമാനം പാർട്ടിയുടേത്. പുറത്തുവന്ന വാർത്തകൾ തെറ്റെന്നും ആരൊക്കെ മത്സരിക്കുമെന്നത് ഇപ്പോൾ പറയാൻ കഴിയില്ലെന്നും AK. ബാലൻ. NDAയിലെ സീറ്റ് വിഭജന ചർച്ചകൾക്ക് തുടക്കം. സംഘടനാ ദൗർബല്യം കാരണം കഴിഞ്ഞ തവണ മത്സരിച്ച 37 സീറ്റുകൾ വേണ്ടെന്ന് ഉഭയകക്ഷി ചർച്ചയിൽ BDJS. മത്സരരംഗത്തുണ്ടാകില്ലെന്ന് തുഷാർ വെള്ളാപ്പള്ളി. സ്വാധീന മണ്ഡലങ്ങളിൽ മികച്ച വ്യക്തിപ്രഭാവമുള്ള സ്ഥാനാർത്ഥികളെ ഉയർത്തിക്കാട്ടി അവകാശവാദം ഉന്നയിക്കാൻ കേരള കോൺഗ്രസ് PC തോമസ് വിഭാഗം. RSS ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്തി ഓർത്തഡോക്സ് സഭ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീവ്ര ഹിന്ദുത്വ നിലപാടുമായി BJP. പത്തനംതിട്ട ജില്ലയുടെ പേര് ശബരിമല ജില്ലയെന്നാക്കുമെന്നും ക്ഷേത്രങ്ങളുടെ അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചുപിടിക്കുമെന്നും പ്രകടന പത്രിക. മലബാർ കലാപത്തിലെ ഇരകളുടെ പിന്തുടർച്ചക്കാർക്ക് പെൻഷനും സ്മാരകവും ഉറപ്പാക്കുമെന്നും പ്രകടന പത്രികയിൽ വാഗ്ദാനം. ശ്രീ M-ന്റെ മധ്യസ്ഥതയിൽ CPIM RSS സമാധാന ചർച്ച നടന്നെന്ന് P. ജയരാജൻ. ചർച്ചയെ രാഷ്ട്രീയ ബാന്ധവുമായി ചിത്രീകരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി. ചർച്ചയെക്കുറിച്ച് അറിയില്ലെന്ന് മന്ത്രി AK. ബാലൻ. M-ന് യോഗാ സെന്ററിനായി സ്ഥലം നൽകിയതിനെ ന്യായീകരിച്ച് നിയമമന്ത്രി. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും മുഖ്യമന്ത്രി പിണറായി വിജയനും കോവിഡ് വാക്സിൻ സ്വീകരിച്ചു. മുഖ്യമന്ത്രിയും ഭാര്യ കമലയും വാക്സിൻ സ്വീകരിച്ചത് തൈക്കാട് ആശുപത്രിയിലെ വാക്സിൻ കേന്ദ്രത്തിലെത്തി. വാക്സിനേഷനിൽ ആരും ആശങ്കപ്പെടേണ്ടതില്ലെന്നും എല്ലാവരും വാക്സിൻ സ്വീകരിക്കാൻ തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി. ജാമ്യം നേടാൻ കോടതിയെ കബളിപ്പിച്ചോ എന്ന് VK ഇബ്രാഹിം കുഞ്ഞിനോട് ഹൈക്കോടതി. പൊതുവേദികളിൽ മുൻ മന്ത്രിയെ കണ്ടെന്നും പരാമർശം. ജാമ്യവ്യവസ്ഥയിൽ ഇളവ് നൽകരുതെന്ന് സംസ്ഥാന സർക്കാർ. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ജാമ്യം നേടിയ VK ഇബ്രാഹിം കുഞ്ഞ് പൊതുവേദികളിൽ സജീവമെന്ന് പ്രോസിക്യൂഷൻ. ജാമ്യാപേക്ഷയിൽ ഇളവ് തേടി സമർപ്പിച്ച ഹർജി പിൻവലിച്ചു. മിൽമയ്ക്കെതിരെ ഹൈക്കോടതി. പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ ഗുണനിലവാര പരിശോധനയ്ക്ക് മെഷീൻ വാങ്ങാനുള്ള കരാറിൽ ക്രമക്കേട് നടന്നെന്ന് കണ്ടെത്തൽ. യോഗ്യതയുള്ള കമ്പനിയെ ഒഴിവാക്കാൻ നീക്കം നടന്നതായി കോടതി. ഇന്ധനവില നിയന്ത്രിക്കാൻ ഇടപെടലുമായി കേന്ദ്ര സർക്കാർ. വില കുറയ്ക്കുമ്പോഴുള്ള ബാധ്യത എണ്ണ കമ്പനികളും വഹിക്കണമെന്ന് കേന്ദ്രം. നികുതി കുറച്ച് വില നിയന്ത്രിക്കണമെന്ന കമ്പനികളുടെ നിലപാട് കേന്ദ്രം തള്ളി. മാർഗനിർദ്ദേശം തയ്യാറാക്കാൻ ധനമന്ത്രാലയത്തിന് നിർദ്ദേശം. നികുതിയിൽ ഇളവ് വരുത്താൻ സംസ്ഥാനങ്ങളുമായി ഉദ്യോഗസ്ഥതല ചർച്ച. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സ് വഞ്ചനാ ദിനം ആചരിക്കുന്നു. ശമ്പള പരിഷ്കരണത്തിൽ സർക്കാർ ഉറപ്പു പാലിച്ചില്ലെന്ന് KGM-CTA. ഈ മാസം 17-ന് 24 മണിക്കൂർ പണിമുടക്കിന് ആഹ്വാനം.
സിനിമാ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ ഫിലിം ചേംബർ യോഗം കൊച്ചിയിൽ ചേർന്നു. സെക്കൻഡ് ഷോ വിഷയത്തിൽ സർക്കാർ തീരുമാനത്തിനായി കാത്തിരിക്കാൻ യോഗത്തിന്റെ തീരുമാനം. നീക്കം ശനിയാഴ്ച ചീഫ് സെക്രട്ടറിയുമായി ചർച്ച നടക്കുന്ന സാഹചര്യത്തിൽ. എറണാകുളം എളംകുളത്ത് വീണ്ടും വാഹനാപകടം. ബൈക്ക് റോഡരികിലെ സ്ലാബിലിടിച്ച് യുവാവ് മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന 2 പേർക്ക് പരിക്ക്. 7 മാസത്തിനിടെ എളംകുളം വളവിൽ അപകടത്തിൽപ്പെട്ട് മരിച്ചവരുടെ എണ്ണം 9 ആയി. കേരള ബാറ്റിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിയുടെയും ഭാഗമാകില്ലെന്ന് പി സി ജോർജ്. പൂഞ്ഞാർ സീറ്റിൽ മാത്രം ജനപക്ഷം മത്സരിക്കും. എൻഡിഎയിൽ ചേരാൻ ഉദ്ദേശമില്ലെന്നും എൻഡിഎ മോശമാണെന്ന അഭിപ്രായമില്ലെന്നും പി സി ജോർജ്. കുന്നത്തുനാട് മണ്ഡലത്തിൽ 2020 മത്സരിച്ചാലും കോൺഗ്രസിന് തിരിച്ചടിയാകില്ലെന്ന് വി പി സജീന്ദ്രൻ എം എൽ എ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2020 അനുകൂലമായ വോട്ടുകൾ തിരിച്ചുവിടും. പോരാട്ടം LDF-ഉം UDF-ഉം തമ്മിലാണെന്നും മണ്ഡലം മാറാനുള്ള ആലോചനയില്ലെന്നും വി പി സജീന്ദ്രൻ. പാലക്കാട് മലമ്പുഴ സീറ്റ് ഭാരതീയ ജനതാദളിന് കൈമാറാൻ UDF-ൽ ആലോചന. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺ ജോൺ സ്ഥാനാർത്ഥിയായേക്കും. എതിർപ്പുമായി ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത്. ആലുവയിൽ സ്ഥാനാർത്ഥി നിർണയ നീക്കത്തിനെതിരെ CPIM-ൽ ആഭ്യന്തര കലഹം രൂക്ഷം. UDF MLA ആയിരുന്ന കെ മുഹമ്മദ് അലിയുടെ മകന്റെ ഭാര്യ ഷെൽന നിഷാദിനെ LDF സ്ഥാനാർത്ഥിയാക്കിയതിൽ എതിർപ്പുമായി ഒരു ഭാഗം. പാർട്ടി പ്രവർത്തകരെ അവഗണിച്ച് നേതാക്കൾ സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കാൻ ശ്രമിക്കുകയാണെന്ന് ആരോപണം. തിരുവനന്തപുരത്ത് ജോസഫ് വാഴക്കനെതിരെ പോസ്റ്റർ. വാഴക്കൻ മൂവാറ്റുപുഴ സീറ്റിന് അർഹനല്ലെന്ന് പോസ്റ്ററിൽ. സേവ് കോൺഗ്രസ് സേവ് മൂവാറ്റുപുഴ എന്ന പേരിലാണ് പോസ്റ്റർ. പാർട്ടിയിൽ നിന്നുള്ളവർ തന്നെയാണ് പോസ്റ്ററിന് പിന്നിലെന്ന് ജോസഫ് വാഴക്കൻ. പിണറായി വിജയനെതിരെ സി രഘുനാഥ് UDF സ്ഥാനാർത്ഥിയാകും. DCC ജനറൽ സെക്രട്ടറിയും ധർമ്മടം സ്വദേശിയുമായ രഘുനാഥിനെ മത്സരിപ്പിക്കാൻ ധാരണയായത് ഫോർവേഡ് ബ്ലോക്ക് പിൻവാങ്ങിയതോടെ. മത്സരിക്കാൻ സന്നദ്ധനാണെന്ന് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്ന് സി രഘുനാഥ്. സൗകര്യമുള്ള സീറ്റ് ലഭിച്ചാൽ മത്സരിക്കുമെന്ന് ജസ്റ്റിസ് ബി കമാൽ പാഷ. പ്രത്യേകിച്ച് ഒരു മണ്ഡലവും നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടില്ല. സ്വതന്ത്രനായി മത്സരിക്കില്ലെന്നും കമാൽ പാഷ. ചേലക്കരയിലെ യൂത്ത് കോൺഗ്രസ് പ്രമേയത്തിനെതിരെ താക്കീതുമായി തൃശൂർ DCC പ്രസിഡന്റ് MV വിൻസെന്റ്. ചേലക്കര സീറ്റ് ലീഗിന് നൽകുന്നത് ചർച്ച ചെയ്തിട്ടില്ല. ഇല്ലാത്ത കാര്യങ്ങളിൽ പ്രമേയങ്ങൾ ഇറക്കിയാൽ നടപടിയുണ്ടാകും. കൂടുതൽ സീറ്റുകൾ തൃശൂർ ജില്ലയിൽ ഘടകകക്ഷികൾക്ക് ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ലെന്നും DCC പ്രസിഡന്റ് 24-നോട്. സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക തയ്യാറാക്കാൻ തൃശൂരിൽ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം. ഇരിങ്ങാലക്കുട ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ സിറ്റിംഗ് MLA-മാർ തന്നെ മത്സരിക്കാൻ സാധ്യത. മന്ത്രിമാരായ AC മൊയ്തീൻ കുന്നംകുളത്തും C രവീന്ദ്രനാഥ് പുതുക്കാടും ജനവിധി തേടും. കോഴിക്കോട് നോർത്തിൽ LDF സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് സംവിധായകൻ രഞ്ജിത്ത് പിന്മാറിയേക്കും. നോർത്തിൽ പ്രദീപ് കുമാർ തന്നെ വീണ്ടും മത്സരിക്കാൻ സാധ്യത. മന്ത്രി TP രാമകൃഷ്ണൻ പേരാമ്പ്രയിൽ നിന്ന് ഇക്കുറിയും ജനവിധി തേടിയേക്കും. കാസർഗോഡ് മുസ്ലിം ലീഗിന് വിമത സ്ഥാനാർത്ഥി. MSF മുൻ ജില്ലാ സെക്രട്ടറി CA അബ്ദുൽ ഹമീദ് മത്സരിക്കും. സ്വതന്ത്രനായാണ് മത്സരിക്കുന്നതെന്നും ലീഗിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നില്ലെന്നും അബ്ദുൽ ഹമീദ്. ദേശീയ വാർത്തകൾ. രാജ്യത്ത് 14,989 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിനിടെ 98 മരണം. 13,123 പേർക്ക് രോഗമുക്തി. കോവിൻ പോർട്ടലിലെ തകരാർ പരിഹരിക്കാൻ 4 ദിവസം എടുക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം. ഇപ്പോഴും സാങ്കേതിക പ്രശ്നങ്ങൾ തുടരുന്നു. 25 ലക്ഷത്തോളം പേർ കോവിൻ ആപ്പിലൂടെ വാക്സിനേഷനായി രജിസ്റ്റർ ചെയ്തതായും ആരോഗ്യ മന്ത്രാലയം. കർണാടക കൃഷിമന്ത്രി വീട്ടിൽ നിന്നും കോവിഡ് പ്രതിരോധ വാക്സിൻ കുത്തിവയ്പ്പെടുത്ത സംഭവത്തിൽ സർക്കാരിനോട് വിശദീകരണം തേടി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. നടപടി വാക്സിൻ സ്വീകരിക്കുന്ന ചിത്രം പ്രചരിച്ചതിന് പിന്നാലെ. പ്രോട്ടോകോൾ പ്രകാരം വീട്ടിൽ നിന്നും വാക്സിൻ സ്വീകരിക്കാൻ പാടില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം സെക്രട്ടറി രാജേഷ് ഭൂഷൺ. ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് രാജ്യത്ത് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയത് തെറ്റായ തീരുമാനമായിരുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി MP. പരാമർശം അമേരിക്കയിലെ കോർണൽ യൂണിവേഴ്സിറ്റി നടത്തിയ വെബിനാറിൽ. കോൺഗ്രസ് ഒരിക്കലും ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടില്ലെന്നും എന്നാൽ ഇന്ന് നടക്കുന്നത് അങ്ങനെയല്ലെന്നും രാഹുൽ ഗാന്ധി. ഹിന്ദു മതവികാരം വ്രണപ്പെടുത്തി വിവാദമായ താണ്ഡവ് വെബ് സീരീസ് സംപ്രേഷണം ചെയ്തതിൽ മാപ്പ് പറഞ്ഞ് ആമസോൺ പ്രൈം. മനഃപൂർവ്വമല്ല വിവാദമായ സീനുകൾ സംപ്രേഷണം ചെയ്തതെന്നും ഇവ നീക്കം ചെയ്തെന്നും ആമസോൺ പ്രൈം. തൃശൂലവും ഡമരവും ഉൾപ്പെടെയുള്ളവ വെബ് സീരീസിൽ ഉപയോഗിച്ചതാണ് വിവാദമായത്.
ഹിമാചൽ പ്രദേശിലെ ഗേട്ടോ ബുദ്ധ ആശ്രമം കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. തീരുമാനം ആശ്രമത്തിലെ 150 സന്യാസിമാർക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആശ്രമത്തിലെ 60 വയസ്സിന് മുകളിലുള്ള സന്യാസിമാർക്ക് വാക്സിൻ നൽകുമെന്ന് ജില്ലാ കളക്ടർ. പശ്ചിമ ബംഗാളിൽ ബി.ജെ.പി. അധികാരത്തിൽ വന്നാൽ പശുക്കടത്ത് ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിക്കുമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. പ്രഖ്യാപനം മാൾഡയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി മമതാ ബാനർജി അനധികൃത കുടിയേറ്റക്കാരെ അനുവദിച്ച് ദേശീയ സുരക്ഷ അപകടത്തിലാക്കിയെന്നും ആദിത്യനാഥ്. രാജ്യത്ത് പൊതുവായി മിനിമം കൂലി ചട്ടം വരുന്നു. മിനിമം കൂലി നിശ്ചയിക്കുന്നത് ഏപ്രിൽ 1 മുതൽ ദേശീയ തൊഴിൽ ചട്ടം നിലവിൽ വരുന്നതിന്റെ ഭാഗമായി. മിനിമം കൂലി നിയമവ്യവസ്ഥയാക്കുന്നതിനാൽ സംസ്ഥാനങ്ങൾക്ക് ഇതിൽ കുറഞ്ഞ കൂലി നിശ്ചയിക്കാൻ കഴിയില്ല. നടപടി ദേശീയ തൊഴിൽ കോഡ് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി. സർക്കാരുമായുള്ള വിയോജിപ്പ് രാജ്യദ്രോഹമല്ലെന്ന് സുപ്രീം കോടതി. കോടതി പരാമർശം ജമ്മുകശ്മീരിൽ മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളക്കെതിരെയുള്ള ഹർജിയിൽ. ഒമർ അബ്ദുള്ളക്കെതിരെയുള്ള പൊതു താൽപര്യ ഹർജിയും സുപ്രീം കോടതി തള്ളി. പശ്ചിമ ബംഗാളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലിയിലേക്ക് സൗരവ് ഗാംഗുലിയെ സ്വാഗതം ചെയ്ത് ബി.ജെ.പി. ആരോഗ്യവും കാലാവസ്ഥയും അനുകൂലമെങ്കിൽ പങ്കെടുക്കാം. തീരുമാനമെടുക്കേണ്ടത് ഗാംഗുലിയെന്നും ബി.ജെ.പി. വക്താവ് ഷമിക് ഭട്ടാചാര്യ. മണ്ണിടിച്ചിലിനെ തുടർന്ന് ജമ്മു ശ്രീനഗർ ദേശീയപാത അടച്ചു. ദേശീയപാത അടച്ചത് പുലർച്ചെ 3 മണി മുതൽ. അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നതായി അറിയിപ്പ്. ഡൽഹിയിൽ ബി.ജെ.പിക്ക് തിരിച്ചടി. തെരഞ്ഞെടുപ്പ് നടന്ന 5 മുനിസിപ്പൽ കോർപ്പറേഷൻ വാർഡുകളിൽ എല്ലായിടത്തും തിരിച്ചടിയുണ്ടായി. 4 ആം ആദ്മി പാർട്ടിക്കാണ് ജയം, 1 കോൺഗ്രസ് ജയിച്ചു. അയോധ്യ വിമാനത്താവളം അടുത്ത വർഷം ആദ്യത്തോടെ പ്രവർത്തന സജ്ജമാകുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. സ്ഥലമേറ്റെടുക്കുന്നതിനായി 321 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി. വിമാനത്താവള നിർമ്മാണം 377 ഏക്കറിൽ. രാജ്യത്ത് കോവിഡ് വാക്സിൻ സ്വീകരിച്ചവർക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഉൾപ്പെടുത്തുന്നത് രാഷ്ട്രീയ ഉദ്ദേശത്തോടെയും വ്യക്തി ആരാധനയുടെയും ഭാഗമെന്നാരോപിച്ച് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ രംഗത്ത്. സർട്ടിഫിക്കറ്റിൽ നരേന്ദ്രമോദിയുടെ ചിത്രം ഉൾപ്പെടുത്തുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് പരാതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് തൃണമൂൽ കോൺഗ്രസ് എം.പി. ഡെറിക് ഒബ്രിയാൻ. ബി.ജെ.പി. എം.പി. കൌശൽ കിഷോറിന്റെ മകൻ ആയുഷിന് വെടിയേറ്റു. ആക്രമണം നടത്തിയത് ബൈക്കിലെത്തിയ സംഘം. ആക്രമണം ആയുഷ് ആസൂത്രണം ചെയ്തെന്ന് അറസ്റ്റിലായ എം.പിയുടെ ബന്ധുവിന്റെ മൊഴി. മാനദണ്ഡങ്ങൾ പാലിക്കുന്ന എല്ലാ സ്വകാര്യ ആശുപത്രികൾക്കും കോവിഡ് വാക്സിൻ നൽകാമെന്ന് കേന്ദ്ര സർക്കാർ. വാക്സിനേഷൻ പ്രക്രിയയിൽ സ്വകാര്യ ആശുപത്രികളുടെ സേവനം പ്രയോജനപ്പെടുത്തണമെന്നും കേന്ദ്രം. കോവിഡ് വാക്സിൻ ആവശ്യത്തിലധികം സംഭരിക്കരുതെന്നും നിർദ്ദേശം. തമിഴ്നാട്ടിൽ ഡി.എം.കെ കോൺഗ്രസ് സഖ്യത്തിന്റെ സീറ്റ് വിഭജന ചർച്ച അന്തിമഘട്ടത്തിൽ. കൂടുതൽ സീറ്റുകൾ നൽകാൻ കഴിയില്ല എന്ന നിലപാടിൽ ഉറച്ച് ഡി.എം.കെ. ഇടതു പാർട്ടികളുടെ സീറ്റുകളുടെ എണ്ണവും ഇത്തവണ കുറയും. നടൻ വിജയകാന്ത് നേതൃത്വം നൽകുന്ന ഡി.എം.ഡി.കെ എൻ.ഡി.എ വിടുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനം. ഹിമാചൽ പ്രദേശ് നിയമസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് എം.എൽ.എമാർ. സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. 5 എം.എൽ.എമാരെ സസ്പെൻഡ് ചെയ്ത് ഗവർണറെ തടയാൻ ശ്രമിച്ചതിന്. ഭാര്യ ഭർത്താവിന്റെ അടിമയല്ലെന്ന് സുപ്രീം കോടതി. കോടതി പരാമർശം തന്നോടൊപ്പം താമസിക്കാൻ ഭാര്യയ്ക്ക് നിർദ്ദേശം നൽകണമെന്ന ഉത്തർപ്രദേശ് സ്വദേശിയുടെ ആവശ്യം തള്ളിക്കൊണ്ട് ഭാര്യ അടിമയല്ലെന്നും ഭർത്താവിനൊപ്പം തന്നെ ജീവിക്കാൻ നിർബന്ധിക്കാൻ കഴിയില്ലെന്നും ജസ്റ്റിസ് എസ്.കെ. കൌൾ അധ്യക്ഷനായ ബെഞ്ച്. കർണാടക ജലവിഭവ മന്ത്രി രമേശ് ജർക്കിഹോളിക്കെതിരെ ലൈംഗികാരോപണം. യുവതിക്കൊപ്പമുള്ള സി.ഡി ദൃശ്യങ്ങൾ പുറത്ത്. പവർ ട്രാൻസ്മിഷൻ കോർപ്പറേഷനിൽ ജോലി വാഗ്ദാനം ചെയ്ത് യുവതിയെ പീഡിപ്പിച്ചുവെന്നാണ് ആരോപണം. അന്വേഷണം നടക്കുകയാണെന്ന് ആഭ്യന്തരമന്ത്രി ബി ബൊമ്മൈ. സംവിധായകൻ അനുരാഗ് കശ്യപ്, ബോളിവുഡ് താരം തപ്സി പന്നു എന്നിവരുടെ മുംബൈയിലെ വസതികളിൽ ഇൻകം ടാക്സ് റെയ്ഡ്. അനുരാഗ് കശ്യപിന്റെ നിർമ്മാണ കമ്പനിയായ ഫാന്റം ഫിലിംസ് നികുതി വെട്ടിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ്. മുകേഷ് അംബാനിയുടെ വസതിക്ക് മുന്നിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ കണ്ടെത്തിയ സംഭവം ACP നിതിൻ അലൻകുറെ അന്വേഷിക്കും. 800 CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുവെന്ന് പോലീസ്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ചോദ്യം ചെയ്തത് 30 പേരെ. അന്താരാഷ്ട്ര വാർത്തകൾ. കോവിഡ് പശ്ചാത്തലത്തിൽ ലോകത്താകെ 16 കോടിയിലധികം കുട്ടികളുടെ വിദ്യാഭ്യാസം പൂർണ്ണമായും മുടങ്ങിയെന്ന് പഠനം. റിപ്പോർട്ട് പുറത്തുവിട്ട യുണിസെഫ് 21 കോടിയിലധികം വിദ്യാർത്ഥികൾക്ക് അക്കാദമിക വർഷത്തിന്റെ 3/4 ഭാഗവും നഷ്ടമായെന്നും റിപ്പോർട്ട്.
മ്യാൻമറിൽ സൈനിക അട്ടിമറിക്കെതിരെ നടക്കുന്ന പ്രതിഷേധത്തിനിടെ സുരക്ഷാ സേനയും പ്രതിഷേധക്കാരും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടൽ. കണ്ണീർവാതകം പ്രയോഗിച്ച് സുരക്ഷാ സേന. കഴിഞ്ഞ ദിവസം സുരക്ഷാ സേനയുടെ വെടിവെപ്പിൽ 18 പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ടിരുന്നു. ബ്രസീലിൽ കോവിഡ് മരണനിരക്ക് ഉയരുന്നു. 24 മണിക്കൂറിനുള്ളിൽ 1641 കോവിഡ് മരണം. ലോകത്ത് അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മരണനിരക്ക് ബ്രസീലിൽ. മിഷിഗണിൽ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ്. റെസ്റ്റോറന്റുകളിലും ബാറുകളിലും 50% ആൾക്കാരെ പ്രവേശിപ്പിക്കാം. പൊതുപരിപാടികൾക്കുള്ള നിയന്ത്രണം തുടരും. തീരുമാനം നഗരപ്രദേശങ്ങളിൽ കോവിഡ് കേസുകൾ കുറഞ്ഞ സാഹചര്യത്തിൽ. കോവിഡ് വാക്സിൻ സ്വീകരിച്ച് ഫുട്ബോൾ ഇതിഹാസം പെലെ. ജീവിതത്തിലെ അവിസ്മരണീയ നിമിഷമെന്ന് വാക്സിൻ സ്വീകരിച്ചതിന് ശേഷം പെലെയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ്. മെയ് മാസം അവസാനത്തോടെ അമേരിക്കയിലെ മുഴുവൻ മുതിർന്ന പൗരന്മാർക്കും കോവിഡ് പ്രതിരോധ വാക്സിൻ ലഭ്യമാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. രാജ്യത്തെ അധ്യാപകരെ കൂടി മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും ജോ ബൈഡൻ. അഡോൾഫ് ഹിറ്റ്ലറുടെ മീശയോട് സാമ്യം തോന്നുന്നുവെന്ന ആരോപണത്തെ തുടർന്ന് ഷോപ്പിംഗ് ആപ്പിന്റെ ഐക്കൺ തിരുത്തിയ ആമസോൺ. ലോഗോയുടെ നീല നിറത്തിലുള്ള റിബണിലാണ് മാറ്റം. കഴിഞ്ഞ 5 വർഷത്തിനിടെ ആമസോൺ ആപ്പ് ഐക്കണിൽ മാറ്റം വരുത്തുന്നത് ആദ്യം. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ നിർമ്മിച്ച അസ്ട്രാസെനേക വാക്സിനുമായി കരാർ ഒപ്പുവെച്ച ബ്രിട്ടീഷ് സർക്കാർ. 10 ദശലക്ഷം ഡോസ് വാക്സിനായാണ് കരാറിൽ ഏർപ്പെട്ടത്. വാക്സിൻ ഉടൻ രാജ്യത്തെത്തുമെന്ന് ബ്രിട്ടീഷ് സർക്കാർ. വൈറ്റ് ഹൌസ് മിലിറ്ററി ഓഫീസ് ഡയറക്ടറായി ഇന്ത്യൻ വംശജൻ മഞ്ജു വർഗീസ് ചുമതലയേറ്റു. പ്രസിഡന്റ് ജോ ബൈഡന്റെ വിശ്വസ്തനായ മഞ്ജു ഒബാമ ഭരണകൂടത്തിലും വിവിധ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. തെക്ക് കിഴക്കൻ കൊളംബിയയിൽ ഹാർക്ക് വിമതത്താവളത്തിൽ സൈനികാക്രമണം. 10 ഗറില്ലകൾ കൊല്ലപ്പെട്ടെന്ന് സൈനിക വക്താവ്. 3 പേർക്ക് പരുക്ക്. സൈനിക നടപടി കലാമറിലെ മുനിസിപ്പൽ ഏരിയയിലെ വിമത കേന്ദ്രത്തിൽ. ന്യൂയോർക്ക് ഗവർണർ ആൻഡ്രൂ ക്യൂമോയ്ക്കെതിരെ നിയമസഭയിൽ വിമർശനം. കോവിഡ് വ്യാപനത്തെ നേരിടുന്നതിൽ ക്യൂമോയ്ക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്ന് ഗവർണറുടെ ഓഫീസിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ വിവരം മറച്ചുവെച്ചെന്നും പരാതി. ചന്ദ്രനിലേക്കുള്ള വിനോദയാത്രയ്ക്കായി 8 പേരെ ക്ഷണിച്ച് ജാപ്പനീസ് ശതകോടീശ്വരൻ യുസാക്കു മെസാവ. സൗജന്യ ചന്ദ്രയാത്രയ്ക്ക് അപേക്ഷിക്കേണ്ട വിശദാംശങ്ങൾ പങ്കുവച്ചത് ട്വിറ്ററിൽ. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് വിഭാവനം ചെയ്ത ചന്ദ്രനിലേക്കുള്ള വിനോദയാത്ര തീരുമാനിച്ചിരിക്കുന്നത് 2023. ബ്രസീലിൽ ഈ വർഷം സമ്പദ് വ്യവസ്ഥയിൽ വളർച്ചയുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ധനമന്ത്രി പൗലോ ഗയസ്. കോവിഡ് സാഹചര്യത്തിലെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ തൊഴിൽ വരുമാന പദ്ധതികൾ നടപ്പിലാക്കും. രാജ്യത്ത് 11 ദശലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി. ബൊളീവിയയിലെ ഹൈലൻഡ് സർവകലാശാലയിൽ ബാൽക്കണി തകർന്നു വീണ അപകടം. 5 വിദ്യാർത്ഥികൾ മരിച്ചു. 3 പേർക്ക് ഗുരുതര പരുക്ക്. നീര ടണ്ടനെ US ബജറ്റ് ഡയറക്ടറായി നിയമിക്കാനുള്ള പ്രസിഡന്റ് ജോ ബൈഡന്റെ നീക്കത്തിന് തിരിച്ചടി. സെനറ്റർമാരുടെ എതിർപ്പിനെ തുടർന്ന് തീരുമാനം പിൻവലിച്ച് ജോ ബൈഡൻ. അഫ്ഗാനിസ്ഥാനിൽ 3 വനിതാ മാധ്യമ പ്രവർത്തകരെ വെടിവെച്ചു കൊന്നു. സംഭവം ജലാലാബാദ് നഗരത്തിൽ. ആക്രമണത്തിന് പിന്നിൽ താലിബാൻ എന്ന അഫ്ഗാനിസ്ഥാനിലെ US എംബസി. ഓസ്ട്രേലിയയിലെ രാജ്യാതിർത്തികളിൽ അടച്ചിൽ തുടരും. ജൂൺ 17 വരെ അതിർത്തികൾ തുറക്കില്ലെന്ന് സർക്കാർ. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ അതിർത്തികൾ അടച്ചിട്ട് 1 വർഷം പിന്നിട്ടു. സ്പോർട്സ്. പരിക്കിൽ നിന്ന് മോചിതനായ സൂപ്പർ താരം നെയ്മർ ബാഴ്സലോണയ്ക്കെതിരായ 2ാം പാദ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ കളിക്കും. താരം ഫിറ്റ്നസ് വീണ്ടെടുത്തെന്നും ഉടൻ ടീമിനൊപ്പം പരിശീലനത്തിനിറങ്ങുമെന്നും PSG മാനേജ്മെന്റ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്രിസ്റ്റൽ പാലസിനെ നേരിടും. മറ്റൊരു മത്സരത്തിൽ ലെസ്റ്റർ സിറ്റി ബേൺലി FCയുമായി ഏറ്റുമുട്ടും. വിജയ് ഹസാരെ ട്രോഫി ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളുടെ ഫിക്സ്ചർ പുറത്തുവിട്ടു. കേരളത്തിന്റെ എതിരാളി കർണാടക. കേരള പോരാട്ടം ഈ മാസം 8-ന്. ഇനി ജില്ലാ വാർത്ത. തിരുവനന്തപുരം വെള്ളനാട് പഞ്ചായത്തിൽ ജലക്ഷാമം രൂക്ഷം. പഞ്ചായത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ പതിവായി കുടിവെള്ള വിതരണം മുടങ്ങുന്നതായി പരാതി. കാർഷിക മേഖലയും ജലക്ഷാമം കാരണം പ്രതിസന്ധിയിൽ. കൊല്ലം ഓച്ചിറയിൽ നടപ്പിലാക്കിയ സഹകരണ വകുപ്പിന്റെ മുറ്റത്തെ മുല്ല ലഘുവായ്പാ പദ്ധതിയിൽ കോടികളുടെ അഴിമതി നടന്നെന്ന് കോൺഗ്രസ്. അന്വേഷണം ആവശ്യപ്പെട്ട് സമരം തുടങ്ങി. കൊല്ലം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തികൾ ഹരിതചട്ടം പാലിച്ചാകണമെന്ന് ജില്ലാ കളക്ടർ B അബ്ദുൽ നാസർ. ചട്ടം മറികടന്നാൽ നിയമ നടപടികൾ സ്വീകരിക്കും. പത്തനംതിട്ട കൊല്ലം ലിമിറ്റഡ് സ്റ്റോപ്പ് സർവീസുകൾ പുനഃസ്ഥാപിച്ചതായി DTO സുധിൽ. പത്തനംതിട്ടയിൽ നിന്ന് രാത്രി 8 മണി വരെ കൊല്ലത്തേക്കും കൊല്ലത്ത് നിന്ന് രാത്രി 7:40 വരെ പത്തനംതിട്ടയിലേക്കും സർവീസ് ഉണ്ടായിരിക്കും.
പത്തനംതിട്ട കോന്നി മുരിങ്ങമംഗലത്ത് വാഹനാപകടത്തിൽ ഒരു മരണം. മരിച്ചത് അട്ടച്ചാക്കൽ സ്വദേശി ഗോപിനാഥൻ നായർ. അമിത വേഗത്തിലെത്തിയ ടിപ്പർ സ്കൂട്ടറിൽ ഇടിച്ചാണ് അപകടം. ഇടുക്കിയിൽ മേരികുളം ഡോർലാൻഡിലെ ഏലത്തോട്ടത്തിൽ വനംവകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു. നടപടി ഏലത്തോട്ടത്തിലെ ജീവനക്കാർ പുലിയെ കണ്ട സാഹചര്യത്തിൽ. ഇടുക്കി തൊടുപുഴയ്ക്ക് സമീപം മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ ഏഴല്ലൂർ സ്വദേശി ബിജുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസ് അന്വേഷണം തുടങ്ങി. ഇടുക്കി ജില്ലയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഭിന്നശേഷിക്കാരന് ഗുരുതര പരിക്ക്. ഒട്ടാത്തിക്കാനം സ്വദേശി KJ തോമസിനാണ് പരിക്കേറ്റത്. കോട്ടയം നാഗമ്പടത്ത് ടോറസ് ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരി മരിച്ചു. മരിച്ചത് നട്ടാശ്ശേരി സ്വദേശി നിഷ. ആത്മഹത്യാ ഭീഷണിയുമായി കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലെ കോഫി വൈൻഡിംഗ് മെഷീൻ സ്ഥാപിച്ചതിനെ തുടർന്ന് സസ്പെൻഷനിലായ സിവിൽ പോലീസ് ഓഫീസർ രഘു ആത്മഹത്യാക്കുറിപ്പ് പങ്കുവച്ചത് ഫേസ്ബുക്കിൽ. നാടിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും മുൻഗണന നൽകുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് സർക്കാരുകളും ജനകീയ പ്രസ്ഥാനങ്ങളും ഊന്നൽ നൽകണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ തൃശൂർ കേച്ചേരി തലക്കൂട്ടുകരയിൽ സ്ഥാപിച്ച SYS സാന്ത്വനം റീഹാബിലിറ്റേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ കടപ്പുറം പഞ്ചായത്തിൽ തീരദേശത്ത് തകർന്ന കടൽ ഭിത്തികൾ പുനർനിർമ്മിക്കണമെന്ന ആവശ്യം. കടലാസ് ഭിത്തി നിർമ്മിച്ച് പ്രതിഷേധവുമായി തീരവാസികൾ. പാലക്കാട് ജില്ലയിൽ കനത്ത ചൂട്. തുടർച്ചയായ രണ്ടാം ദിവസവും 40 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി. ഇന്നലെ കൂടിയ താപനില രേഖപ്പെടുത്തിയത് മുണ്ടൂരിൽ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പാലക്കാട് ജില്ലയിൽ സ്ഥാപിച്ചിരിക്കുന്ന പോസ്റ്ററുകളും ഫ്ലെക്സുകളും നീക്കം ചെയ്യാൻ നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. മലപ്പുറം ജില്ലയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. തീ കണ്ടതോടെ ഡ്രൈവറും യാത്രക്കാരും പുറത്തിറങ്ങിയതിനാൽ ദുരന്തം ഒഴിവായി. അപകടത്തിൽപ്പെട്ടത് അത്താണിക്കൽ സ്വദേശികളുടെ വാഹനം. കരിപ്പൂർ വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ട. ശരീരത്തിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 856 ഗ്രാം സ്വർണം പിടികൂടി. കോഴിക്കോട് സ്വദേശി മുഹമ്മദ് ജസീം അറസ്റ്റിൽ. മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചുവരുന്ന അവകാശികളില്ലാത്ത വാഹനങ്ങൾ ലേലം ചെയ്യുന്നു. ലോറി, മോട്ടോർ സൈക്കിൾ തുടങ്ങിയ 43 വാഹനങ്ങളാണ് ലേലം ചെയ്യുന്നത്. വയനാട് ജില്ലയിലെ മരമുറി നിരോധന നിയമം പിൻവലിക്കണമെന്ന ആവശ്യം. കുന്നംപറ്റയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ച് ടിംബർ മർച്ചന്റ് അസോസിയേഷനും സംയുക്ത ലോഡിംഗ് തൊഴിലാളികളും. കണ്ണൂർ കല്യാശ്ശേരിയിൽ ATM കവർച്ച. ഹരിയാന സ്വദേശികളായ 3 പേർ അറസ്റ്റിൽ. 4 പേരെ കൂടി പിടിക്കാനുണ്ടെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് സ്വർണവും മൊബൈൽ ഫോണുകളും പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടി. ഷാർജയിൽ നിന്നെത്തിയ 2 കാസർഗോഡ് സ്വദേശികൾ പിടിയിലായി. കാസർഗോഡ് തലപ്പാടി അതിർത്തിക്ക് സമീപം കുഞ്ചത്തൂരിൽ പ്ലൈവുഡ് ഫാക്ടറിയിൽ തീപിടുത്തം. ബീഹാർ സ്വദേശികളായ 6 തൊഴിലാളികൾക്ക് പരുക്ക്. വിനോദ് ഗുരുവായൂർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന മിഷൻ സി എന്ന ചിത്രം പ്രദർശനത്തിനൊരുങ്ങുന്നു. റിയലിസ്റ്റിക് ക്രൈം ആക്ഷൻ ത്രില്ലറായ ചിത്രത്തിൽ അപ്പാനി ശരത്താണ് നായകൻ. മീനാക്ഷി, ദിനേശ്, മേജർ രവി, കൈലാഷ് എന്നിവരും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. മാരി സെൽവരാജ് സംവിധാനം ചെയ്യുന്ന ധനുഷിന്റെ ഏറ്റവും പുതിയ ചിത്രം കർണനിലെ ലിറിക് വീഡിയോ ഗാനം റിലീസ് ചെയ്തു. യുഗഭാരതിയുടെ വരികൾക്ക് സന്തോഷ് നാരായണനാണ് സംഗീതം. രജീഷ വിജയനാണ് നായിക. ജീതു ജോസഫ് മോഹൻലാൽ ചിത്രം ദൃശ്യം 2വിന്റെ തെലുങ്ക് റീമേക്കിന്റെ പൂജ നടന്നു. ഹൈദരാബാദ് രാമനായിഡു സ്റ്റുഡിയോയിൽ നടന്ന പൂജാ ചടങ്ങിൽ സംവിധായകൻ ജീതു ജോസഫ്, ചിത്രത്തിൽ നായകനാകുന്ന വെങ്കടേഷ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് മറ്റന്നാൾ മുതൽ തുടങ്ങും. ഫാക്ട് ചെക്ക്. കൊൽക്കത്തയിൽ നടന്ന ഇടത് പാർട്ടികളുടെ റാലി ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ഒത്തുചേരലായിരുന്നുവെന്ന് BBC റിപ്പോർട്ട് ചെയ്തുവെന്ന് വ്യാജ പ്രചാരണം. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 28-ന് കൊൽക്കത്തയിൽ നടന്ന റാലിയുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രചാരണം. എന്നാൽ ഈ റാലിയുമായി ബന്ധപ്പെട്ട വാർത്ത BBC റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സുപ്രീം കോടതി ജഡ്ജിമാർക്കായി കോവിഡ് വാക്സിനേഷൻ ആരംഭിച്ചു. ഈ പശ്ചാത്തലത്തിൽ ജഡ്ജിമാർക്ക് 2 വാക്സിനുകളിൽ നിന്ന് ഇഷ്ടമുള്ളവ തെരഞ്ഞെടുക്കാമെന്ന പ്രചാരണം സോഷ്യൽ മീഡിയയിൽ ശക്തമാകുന്നു. പ്രചാരണത്തിന് പിന്നിലെ വസ്തുതയിലേക്ക്. മാർച്ച് 2 മുതലാണ് സുപ്രീം കോടതി കോംപ്ലക്സിൽ ജഡ്ജിമാർക്കും കുടുംബാംഗങ്ങൾക്കും വിരമിച്ച ജഡ്ജിമാർക്കുമായി കോവിഡ് വാക്സിൻ ആരംഭിച്ചത്. എന്നാൽ ജഡ്ജിമാർക്ക് മാത്രം 2 വാക്സിനുകളിൽ നിന്ന് ഇഷ്ടമുള്ളവ തെരഞ്ഞെടുക്കാനുള്ള സൗകര്യമുണ്ടെന്നൊരു വാർത്ത സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഈ വാർത്ത ആദ്യം പുറത്തുവിടുന്നത് ഒരു ദേശീയ മാധ്യമമാണ്. ഇതിനു പിന്നാലെ കോൺഗ്രസ് വക്താവ് ഷമാ മുഹമ്മദ് അടക്കം നിരവധി പേർ ഇതിനെതിരെ ട്വീറ്റുമായി രംഗത്തെത്തി. മറ്റു പൗരന്മാർക്ക് ഇത്തരമൊരു സൗകര്യം ഇല്ലാതിരിക്കെ സുപ്രീം കോടതി ജഡ്ജിമാർക്ക് മാത്രം 2 വാക്സിനുകളിൽ നിന്ന് ഇഷ്ടമുള്ളവ തെരഞ്ഞെടുക്കാനുള്ള അവസരം ഇരട്ട നീതിയാണെന്ന് പലരും തുറന്നടിച്ചു. എന്നാൽ ഇത് തെറ്റായ പ്രചാരണമാണ് എന്നതാണ് യാഥാർത്ഥ്യം.
ജഡ്ജിമാർക്ക് മാത്രമല്ല ഇന്ത്യയിലെ ആർക്കും തന്നെ ഇഷ്ടമുള്ള വാക്സിൻ തിരഞ്ഞെടുക്കാനുള്ള അവസരം ഇല്ലെന്നും ജഡ്ജിമാർക്കുള്ള വാക്സിനേഷൻ മറ്റു വാക്സിനേഷൻ പോലെ സാധാരണ രീതിയിലായിരിക്കുമെന്നും ആരോഗ്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് ANI ട്വീറ്റ് ചെയ്തു. ഇത്തരമൊരു വാർത്ത നൽകിയ ദേശീയ മാധ്യമം വാർത്ത പിൻവലിക്കുകയും ചെയ്തു. ഇപ്പോൾ കിട്ടിയ വാർത്ത. LDFന് പ്രചാരണം നടത്താനുള്ള ടൂളായി കിഫ്ബി മാറിയെന്ന് കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ. കിഫ്ബി കേരളത്തിന് ബാധ്യതയാണെന്നും സാമ്പത്തിക ധൂർത്ത് നടന്നെന്നും വിമർശനം. സംയുക്ത സൈനിക പരിശീലനമായ രുദ്രകവച് സമാപിച്ചു. രുദ്ര അറ്റാക്ക് ഹെലികോപ്റ്റർ സ്ക്വാഡ്രണും സൈന്യത്തിന്റെ യന്ത്രവൽകൃത നിരയും പരിശീലനത്തിന്റെ ഭാഗമായി. പരിശീലന ദൗത്യം പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നതായി ഇന്ത്യൻ ആർമി. ഇന്ത്യയും ഫിജിയുമായുള്ള ധാരണാപത്രത്തിന് അംഗീകാരം നൽകി കേന്ദ്ര ക്യാബിനറ്റ് യോഗം. കൃഷി, കാർഷിക മേഖല എന്നിവയിലെ സഹകരണം ഉറപ്പാക്കും. കരാർ കാലാവധി 5 വർഷം. മേഘാലയ ഗവർണർ സത്യപാൽ മാലിക് കോവിഡ് പ്രതിരോധ വാക്സിൻ സ്വീകരിച്ചു. ഷില്ലോങ്ങിലെ വാക്സിനേഷൻ കേന്ദ്രത്തിൽ നിന്നാണ് ഗവർണർ വാക്സിൻ സ്വീകരിച്ചത്. ടൂൾ കിറ്റ് കേസുമായി ബന്ധപ്പെട്ട് ഒരാൾ കൂടി ട്രാൻസിറ്റ് ജാമ്യം അനുവദിച്ച് ബോംബെ ഹൈക്കോടതി. ശുഭം കൗർ ചന്ദേരിക്കാണ് ജാമ്യം ലഭിച്ചത്. ബോംബെ ഹൈക്കോടതിയുടെ ഗോവ ബെഞ്ച് നൽകിയത് 10 ദിവസത്തെ താൽക്കാലിക ജാമ്യം. ന്യൂസ് പൂർത്തിയാകുന്നു. Number 1 Election Channel 24.